ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ സ്പോട്ട് നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അനീഷ് കഴിഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തത് നെവിനാണ്. നെവിൻ പറഞ്ഞ രണ്ട് പേരുകൾ അനുമോൾ അതേപോലെ തന്നെ സാബുമാൻ എന്നിവരാണ്. അനുമോളെ പറഞ്ഞത് നെവിൻ ഓൾറെഡി ഒരു ഗ്രഡ്ജ് ഉള്ളതാണ് അനുമോളുടെ അടുത്ത്. അനുമോൾക്ക് തിരിച്ചും നെവിനോട് ഗ്രഡ്ജ് ഉണ്ട്. അതുകൊണ്ട് നെവിൻ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എന്താ പറയാ, ഇവിടെ നിൽക്കാൻ ഏറ്റവും ഡിസേർവിംഗ് അല്ലാത്ത വീക്ക് ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട്. പിന്നെ സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സാബുമാൻ സേഫ് ഗെയിമർ ആയതുകൊണ്ട് സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തത് ആര്യനാണ്. ആര്യൻ പറഞ്ഞ രണ്ട് പേരുകൾ അനീഷ് ആൻഡ് ഷാനവാസ്. അനീഷിനെ പറ്റി പറയാനായിട്ട് ആര്യന് നല്ല നാക്കായിരുന്നു കേട്ടോ. അനീഷിനെ പറ്റി ആര്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടാസ്കിലൊക്കെ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അനീഷ് മുന്നോട്ട് പോകുന്നത്. അനീഷ് ആരെ തെറ്റിദ്ധരിപ്പിച്ച്, എന്ത് തെറ്റിദ്ധരിപ്പിച്ചെന്ന് പ്രേക്ഷകർക്ക് കറക്റ്റായിട്ട് കൺവേ ആവുന്നുണ്ട്. ഇത് വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അനീഷ് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് മുഴുവനും വിസിബിൾ കാര്യങ്ങൾ എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. ആരെയാണ് ഈ പൊട്ടം കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ആരെയും പൊട്ടം കളിപ്പിച്ചിട്ട് കാര്യമില്ല. ആര്യൻ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൽ എന്നുള്ള ഒരു വാക്ക് പോലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് ആരാണെന്നും അത് എവിടുന്ന് കിട്ടിയതാണെന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ലൈവ് കാണുന്നവരായിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ആര്യൻ ഈ പറഞ്ഞ നോമിനേഷൻ എനിക്ക് അത്ര വാലിഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട്. ഷാനവാസ് ടാസ്കിലൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഷാനവാസിന് കൊടുക്കാമായിരുന്നു. ഷാനവാസ് കൊടുക്കുന്നില്ല. അത് കൊടുക്കുമായിരിക്കും മേ ബി. ഇത് കഴിഞ്ഞിട്ട് അനുമോളാണ് നോമിനേറ്റ് ചെയ്തത്. അനുമോൾ പറഞ്ഞ രണ്ട് പേരുകൾ ഒന്ന് നെവിനും പിന്നെ അക്ബറുമാണ്. നെവിന്റെ അടുത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഗ്രഡ്ജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്തു. അക്ബറിനെ നോമിനേറ്റ് ചെയ്തത് ആ ഒരു വിഷയത്തിന്റെ പേരിലാണ്. രാത്രി നടന്ന ആ ഒരു വിഷയം ഉണ്ടല്ലോ, അതിന്റെ പേരിലാണ്. ഇവരെ രണ്ടുപേരെയും എനിക്ക് തോന്നുന്നു അതിന്റെ പേരിൽ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇതുവരെയുള്ള സ്പോട്ട് നോമിനേഷൻസ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.